അപ്പോൾ ഇങ്ങനെയാണ് വൈദ്യുത മോട്ടോറിൻ്റെ പ്രവർത്തനം. വൈദ്യുത മോട്ടോറിൻ്റെ പ്രവർത്തനമാണ് ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത്. 10ാം ക്ലാസ് ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 81 കാണിച്ചിരിക്കുന്ന ചിത്രം, ആ ചിത്രത്തിൻ്റെ പ്രവർത്തനമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. ഓക്കെ, മോട്ടോർ തത്വം അതിന് വേണ്ടിയിട്ട് ഇവിടെ ഉപയോഗിക്കുന്നത് ഇതാ, ഇവിടെ നോക്കൂ, ഇവിടെ ഒരു വുഡ് പീസ് എടുത്തിട്ടുണ്ട്, ഒരു മരത്തിൻ്റെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. അത് ഇതിൽ കാണുന്നത് പോലെ ഒരു സേഫ്റ്റി പിന്ന് സ്ക്രൂ ചെയ്ത് വെച്ചിട്ടുണ്ട്. രണ്ട് സൈഡിലും ഇതേപോലെ സ്ക്രൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള ഒരു കമ്പി ചുറ്റ് സ്വതന്ത്രമായിട്ട് കറങ്ങാൻ പറ്റുന്ന രൂപത്തിലാണ് ഇതിൽ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ, ഇങ്ങനെ നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ കടത്തി വയ്ക്കുന്നു. അപ്പോൾ ഇതിനിങ്ങനെ സ്വതന്ത്രമായിട്ട് കറങ്ങാൻ പറ്റുന്നു. ഈ രൂപത്തിലുള്ള ഒരു കമ്പി ചുറ്റ് നമ്മൾ ഇതേപോലെ ക്രമീകരിക്കുന്നു. അതേപോലെ തന്നെ ഇതുപോലെയുള്ള ഒരു ഡിസ്ക് കാന്തം, ഇതുപോലെയുള്ള ഒരു ഡിസ്ക് കാന്തം എടുക്കുന്നു. ഈ ഡിസ്ക് കാന്തം ഇവിടെ വയ്ക്കുന്നു. എന്നിട്ട് ഈ രണ്ട് സേഫ്റ്റി പിന്നിലൂടെ നമ്മൾ വൈദ്യുതി കടത്തി വിടുന്നു. ഈ രണ്ട് ചാലകത്തിലൂടെ വൈദ്യുതി കടത്തി വിടുന്നു. ഓക്കെ, ഈ ചെമ്പ് കമ്പി ചുറ്റുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു ഭാഗത്ത് നീളം കൂടിയതാണ്, ഒരു ഭാഗത്ത് കുറച്ച് നീളം കുറവാണ്. അങ്ങനെയാകുമ്പോൾ ഇതിലേക്ക് നമുക്ക് എളുപ്പത്തിൽ കടത്തിവിടാം. നീളം കൂടിയ ഭാഗം നമ്മൾ ആദ്യം കടത്തിവിടുന്നു. ഓക്കെ, നീളം കൂടിയ ഭാഗം കടത്തിവിടുന്നു, എന്നിട്ട് നീളം കുറഞ്ഞ ഭാഗം കടത്തി വെക്കുന്നു. അപ്പോൾ ഇതിൽ കറക്റ്റായിട്ട് നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. വൈദ്യുതി കടത്തിവിടുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെയുള്ളൊരു ബാറ്ററി ഇങ്ങനെ രണ്ട് ഭാഗത്ത് ക്ലിപ്പുണ്ട്. പോസിറ്റീവും നെഗറ്റീവ് ടെർമിനലുള്ള ഏത് ഭാഗം വേണമെങ്കിലും നമുക്ക് ക്ലിക്ക് ചെയ്യാം. വൈദ്യുതി കടത്തിവിടുന്നു. ഓക്കെ, ചെറുതായിട്ടൊന്ന് തട്ടി കൊടുക്കണം. പ്രവർത്തനം തുടങ്ങുന്നു. വൈദ്യുത മോട്ടോറാണ് പ്രവർത്തിക്കുന്നത്. ഇതിൻ്റെ ഭാഗത്ത് സ്പാർക്ക് കാണാം. വൈദ്യുത മോട്ടോർ കാന്തിക മണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്വതന്ത്രമായിട്ട് തിരിയാൻ കഴിയുന്ന ഒരു ചാലകത്തിലൂടെ വൈദ്യുതി കടത്തിവിടുമ്പോൾ ഈ ചാലകം തുടർച്ചയായി കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് വൈദ്യുത മോട്ടോറിൻ്റെ പ്രവർത്തനം. ക്ലിയർ?